കരിനീലിയമ്മേ ശരണം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്നും ഞാനൊരു കുറേ ദിവസമായില്ലേ വീഡിയോകളൊന്നും ഇല്ല. ഞാൻ നല്ല തിരക്കിലാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സമയം വേണം. മാല കെട്ടണം, ചന്ദനം അരയ്ക്കണം, നിവേദ്യങ്ങൾ ഉണ്ടാക്കണം, സ്വാമിയുടെ റൂമുകൾ വൃത്തിയാക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം കൂടിയാണ് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതുവരെയായിട്ട് ആരും ശമ്പളക്കാരൊന്നും ഇല്ല ഇവിടെ. അതിനുള്ള വരുമാനമൊന്നും ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഈ തിരക്കൊക്കെ മാറ്റി വെച്ച് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് വന്നത് തന്നെ. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാമി പൈസ തരുന്നവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഞാൻ നാളും പേരും ഡേറ്റും ജനിച്ച സ്ഥലം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇന്നേ വരെ എനിക്കൊരു മറുപടി കിട്ടിയില്ല. സ്വാമി കാശുള്ളവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. ഇത് കാശുള്ള ഒരുപാട് പേര് ചോദിക്കുന്നതാണെങ്കിലും കാശുള്ളവരുടെ കാര്യങ്ങൾ മാത്രമല്ലെന്ന് അപൂർവമായിട്ടാണ് ചോദിക്കാറ്. ചിലപ്പോൾ അയാളുടെ ദേഷ്യം കൊണ്ടാണ്. അതായത് ഇത്രയും ദിവസമായിട്ട് ഒരാളുടെ പിന്നാലെ നടക്കുക, തൊട്ടടുത്തുള്ള ഒരു ജ്യോതിഷത്തിൻ്റെ അടുത്ത് പോയാൽ 100 രൂപ 200 രൂപ കൊടുത്താൽ തരുന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള കാര്യങ്ങളല്ല. ആ ഒരു കോപം കൊണ്ടാണ് ആൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലേ പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നണേ. ഇവിടെ പണത്തിന് വേണ്ടിയിട്ടല്ല ലാലൂർ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തന്നെ. കുടികൊള്ളുന്നതും അതിന് വേണ്ടിയിട്ടല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ആത്മീയതയിലേക്ക് വന്നത് വെറുതെ വന്നതല്ല. ഈ പണം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇതിലേക്ക് എൻ്റെ അക്കൗണ്ട് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. എൻ്റെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കാണ്. രണ്ടും ഫെഡറൽ ബാങ്കാണ്. അമ്പലത്തിൻ്റെയും എൻ്റെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കാണ്. ഇനി സ്ക്രീൻഷോട്ട് ഇട്ടിട്ടല്ല, സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇട്ട് തരാം. അല്ലാണ്ട് അതിലത്തെ അക്കൗണ്ടിലത്തെ ക്യാഷ് മുഴുവൻ നല്ല മാറ്റിയിട്ട് ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ല. 2 അക്കൗണ്ട് പറ്റിയെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എൻ്റെ അക്കൗണ്ടിൽ കാശില്ല, ഞാൻ പൈസ വാങ്ങിക്കുന്നില്ല. അത് വിചാരിച്ച് ദക്ഷിണ തന്നെ വാങ്ങിക്കില്ല എന്നല്ല പറയണേ. ഞാൻ ദക്ഷിണ വാങ്ങിയാലും അത് അമ്പലത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അമ്പലത്തിന് ചിലവുകളുണ്ടല്ലോ. 6-7 വിളക്കുകളുണ്ട്, 7-10 വിളക്കുകളുണ്ട്. അത് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. പിന്നെ നിവേദ്യങ്ങൾ ഒരുക്കണം, മാല ഉണ്ടാക്കണം, പൂവ് വാങ്ങിക്കണം. അതിനൊക്കെ കാശ് തന്നെ വേണം. ഞാൻ ചോദിച്ചോ മറ്റുള്ള കാര്യങ്ങൾക്ക് ദക്ഷിണ തന്നാൽ വാങ്ങിക്കുമെന്നല്ലാണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ഇത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് എനിക്ക് നോക്കാൻ പറ്റുക. അതായത് കളരി അറിയാം, നിലത്ത് നിന്നാലല്ലേ തടുക്കാൻ പറ്റൂ എന്ന അവസ്ഥയാണ് എൻ്റെ. ഒന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റിയെങ്കിലല്ലേ. ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നിരുന്ന് മറുപടി പറയണതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയം കിട്ടാറില്ല. അതിനേക്കാളും മുൻതൂക്കം മറ്റുള്ള കാര്യങ്ങൾക്കാണ്. അതായത് ഇവിടെ നിന്ന് കാര്യനിവൃത്തി ഫലം വന്ന് അവർ നൈവേദ്യാർപ്പണം നടത്താൻ വരുന്നവരുടെ നൈവേദ്യങ്ങൾ ഞാൻ അർപ്പിച്ച് അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണ്ടേ. ഞാൻ ചെയ്യുന്ന കർമ്മം എന്താണ്? മാജിക് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവ് മാറ്റി ജപത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി പറഞ്ഞു തരുന്നു. അതിലൂടെ നിങ്ങൾ കർമ്മ നിവൃത്തി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊടുക്കാൻ പറ്റാത്ത നിവേദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അർപ്പിക്കുന്നു. അല്ലാണ്ട് ഞാൻ മാജിക് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവാക്കുന്നു. പിന്നെ അവർക്ക് അവരുടേതായ സങ്കടങ്ങൾ പറയാനായിട്ട് കേൾക്കാനായിട്ട് ഇരിക്കണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. കാലത്ത് പൂജ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം നോക്കിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ സമയത്ത് ഒരാൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് സമയം ചോദിച്ചാണ് ആളോട്. എവിടെ നിന്ന് ദൂരെ വന്നിട്ട് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? ആള് കാര്യം നടന്നിട്ട് വന്നിട്ടുള്ളതാണ്. ദൂരന്ന് നൈവേദ്യം അർപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നൈവേദ്യം അർപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥനകൾ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് സമയമില്ലാത്തടത്ത് പോലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പണത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ പണമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ആത്മീയതയിലേക്ക് വന്നത്. ഞാൻ ഒരുപാട് പണമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ വരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ ഞാൻ ജനിച്ച് വളർന്നത് അയ്യന്തോൾ കളക്ടറേറ്റിൻ്റെ അടുത്താണ്. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നാലും പുതിയൊരാൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വക്കീലുമാരുടെയും ജഡ്ജിമാരുടെയും വലിയ വലിയ ഹയർ ഓഫീസേഴ്സിൻ്റെയൊക്കെ മക്കളുടെ ഇടയിൽ കിടന്നിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അവരുടെ കൂടെ ഒപ്പം അവരുടെ ഡ്രസ്സ് അവരുടേതായ നിലയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം ഞാൻ ചെയ്തതിൽ തെറ്റുകളുണ്ടോ ശരികളുണ്ടോ എന്നുള്ളത് എനിക്കറിയോ. അപ്പം അതിൻ്റെ പ്രായശ്ചിത്ത കർമ്മം പോലെയാണ് ഞാൻ ഈ ഒരു
ആത്മീയതയിലേക്ക് തിരഞ്ഞെടുത്തത് എല്ലാം ഉപേക്ഷിച്ച് ചെറിയൊരു എൻ്റെ പൂജാമുറിയിൽ തുടങ്ങിയതാണിത്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടതാണ് ഇത്രയ്ക്കും പ്രശസ്തമായിട്ടുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ എത്തിയത്. അതായത് ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ സ്വാമീനെ ഭജിച്ചത്. ആ ഭജിച്ചതിൻ്റെ ഗുണങ്ങൾ എനിക്ക് കിട്ടുന്നതിലുപരി നിങ്ങൾക്കും കൂടി കിട്ടാനായിട്ട് ഞാനിവിടെ മാജിക് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എന്നെ വിളിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഭഗവാനെ ഭജിക്കണം, എങ്ങനെ ഭഗവാനെ വിളിച്ചാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ആത്മചൈതന്യം ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഈ മനസ്സിലാക്കി തരുമ്പോൾ എന്താണ്, നിങ്ങളതുപോലെ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നു. അല്ലാണ്ട് ഞാനിവിടെ മാജിക്കൊന്നും കാണിക്കുന്നില്ല. ഇതിലേക്ക് വരാനായിട്ട് എനിക്ക് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം, നിങ്ങൾക്കും ഈ കാര്യങ്ങൾ നേടാം. ഞാനൊരു കഥ പറഞ്ഞുതരാം. ആരെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരു കഥയായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കാട്ടില്, അന്ന് കാലത്ത് കാട്ടിലാണ് പണ്ട് നടന്നിട്ടുള്ളൊരു കഥയാണ്. കഥയായിട്ടാണ് പലർക്കും അത് തോന്നുന്നത്, അതുകൊണ്ടാണ് കഥ എന്ന് പറയണത്. പണ്ട് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിലെ, അതായത് പണ്ട് കാലത്ത് കാട്ടിലെ ഒരു കാട്ടാളൻ അല്ലെ ഒരു കൊള്ളക്കാര, അത് കാട്ടിലൂടെ നടത്തുന്നവരെല്ലാവരും പെട്ടെന്ന് തന്നെ പറയാം, ഞാൻ കൊള്ളയടിച്ചൊക്കെ നടന്നിരുന്ന ഒരാൾ ഒരു മുനിമാരുടെ മുന്നിൽ ചെന്ന് വിട്ടു. മുനിമാരോട് പറഞ്ഞു, എടുക്കെടുക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ, ഭക്ഷണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ എനിക്ക് തന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയണം. അപ്പോൾ അവർ പറയും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം, നിങ്ങളുടെ ജീവൻ വേണോ അതും വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. അതുകൊണ്ടൊന്നും എനിക്ക് വിരോധനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ ചെയ്യുന്നതൊക്കെ ഈ പാപങ്ങളൊക്കെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു. അതും കൂടി പറയണം എന്നല്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ മക്കളുണ്ട്, അവരെ പോറ്റാനും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ശരി, ഇതൊക്കെ ചെയ്യുന്നത് പാപമാണെന്ന് പറയാം. അതൊന്നും എനിക്കറിയില്ല. ഇത് ചെയ്യുന്നത് പാപകർമ്മമാണ്. ഈ പാപത്തിൽ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ പങ്കുണ്ടോയെന്ന് നീ ചോദിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വരൂ, എന്നിട്ട് നിനക്ക് വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, നിനക്ക് വേണ്ട എൻ്റെ ജീവൻ വരെ ഞാൻ തരാൻ തയ്യാറാന്ന് പറഞ്ഞു. ആളവിടെ നിന്നു. പിന്നൊക്കെ അന്നൊക്കെ വാക്കുകൾക്ക് വ്യവസ്ഥയുണ്ട്. കള്ളന്മാരായാലും കൊല്ലാൻ വരണവനായാലും ചാവാൻ വരണവനായാലും. ഇയാൾ ഓടിപ്പോയി വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അതൊന്നും എനിക്ക് പങ്കില്ല, അതൊക്കെ നിങ്ങളുടെ കർമ്മങ്ങൾ ധർമ്മമാണ്. ഭാര്യ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോറ്റാനുള്ള കടമ നിങ്ങൾക്കുണ്ട്, നിങ്ങളത് ചെയ്ത് തരണം, അതിൽ പാപത്തിലൊന്നും എനിക്ക് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് പറയണം കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ അവൾ തിരിച്ചോടിച്ചു. അവിടെ കൃഷിമാരോട് നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് വാക്കുകൾക്ക് വ്യവസ്ഥതകളുണ്ട്. കൊല്ലാൻ വരുന്ന ആളായാലും വിൽക്കാന്ന് പറഞ്ഞ് നിൽക്കുക വേണം. അവിടെ നിന്ന് ആൾ പറഞ്ഞു, എനിക്കിതിലൊന്നും പങ്കില്ല എന്നാണ്. അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന് അറിവ് പകർന്നു നൽകണം, ജ്ഞാനം നൽകുകയാണ് ചെയ്തത് കൃഷിമാർ. പണമല്ല കൊടുത്തത്. അയാൾക്ക് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, മോശം കിട്ടാനുള്ള ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ ആൾ പറഞ്ഞു, അറിവ് നൽകി, ജ്ഞാനം നൽകി, ജപം നൽകി. അദ്ദേഹമാണ് നമുക്ക് പിന്നൊക്കെ പറഞ്ഞ് രസിക്കാനും പറഞ്ഞ് പറയാനും വായിക്കാനും മനസ്സിലാക്കാനും ജീവിതം മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ അയാൾക്ക് ഇതൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഞാനും ചെയ്തൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഒരു ആത്മീയതയിലേക്ക് വന്നത്. ഞാനും ചെയ്യണത് എന്താണ്, നിങ്ങൾക്കുള്ള അറിവുകൾ പകർന്നു നൽകി നിങ്ങൾക്ക് സ്വാമിയിലേക്ക് ജപത്തിലൂടെ സ്വാമിയിലേക്ക് അടുത്ത് വന്ന് സ്വാമി കർമ്മങ്ങൾ നിർമ്മിക്കാനും നിങ്ങളുടെ സുഖമായിട്ടുള്ള ജീവിതവും സമ്പത്തും സൗഭാഗ്യമൊക്കെ വരാനായിട്ട്. ഉള്ളിലത്തെ നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ അതിന് ഞാനൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യാവുന്നുള്ളൂ. ആരും അതിലേക്ക് നിൽക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനികളുടെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും പറയാറുണ്ട്, സ്വാമി എന്താ മുസ്ലിമുകളുടെ കാര്യങ്ങളൊക്കെ പറയണേ, അവിടെ ജപം ചെയ്യാത്തവരും ഇവർക്കും അല്ലാതെ അവരും ദുഷ്ടതകളൊക്കെ ചെയ്യില്ലേ എന്ന്. അപ്പോൾ ഞാൻ അതിനൊരു ലളിതമായിട്ടുള്ളൊരു കാര്യം പറയാറുണ്ട്. അവർ 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട് കാരണം അവർക്ക് പുണ്യം കർമ്മങ്ങളൊക്കെ, അവർക്ക് ഉന്നതിയും കാര്യങ്ങളൊക്കെ അത് വരുന്നത്. നമുക്കതില്ല. നമുക്കങ്ങനെ അമ്പലത്തിൽ പോകണമെന്നുള്ള ചിന്തകളില്ല. പണ്ട് ക്രിസ്ത്യൻസും പള്ളിയിലൊക്കെ പോയിരുന്നു. അവരും ഇപ്പോൾ ആ ചിന്തകളൊക്കെ കുറഞ്ഞു. പള്ളിയിലേക്ക് വിശേഷം ഗാനമേള കേൾക്കാനാണ് ഇപ്പോൾ പള്ളിയെ പോവുള്ളൂ. അങ്ങനെ ആയി. അതുകൊണ്ടാണ് അവർക്കും ഉന്നതകളൊക്കെ ആയി മുസ്ലിംസ് വിഭാഗത്തിന് ഉയർച്ച ഉണ്ടാവുന്നത്. അതിൽ അവരെ കുറ്റപ്പെടുത്തണ്ട. അപ്പോൾ അവർക്കും ദുഷ്ടതകൾ പ്രവർത്തിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനും മാർഗമുണ്ട്. ദുഷ്ടതകൾ പ്രവർത്തിക്കുന്ന ആളും 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ആ 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറയണത് മനസ്സിലായ? ഭഗവാൻ നോക്കുമ്പോൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കരിക്കുന്ന സമയത്തെങ്കിലും അവൻ്റെ ഉള്ളിൽ ദൈവമാണ്. അവൻ മറ്റുള്ള ദുഷ്ടതകളൊക്കെ മറന്ന് ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും അവൻ ദുഷ്ടതകൾ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ആ തെറ്റിന്, അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇനിയെങ്കിലും നന്നായി നടക്കണമെന്ന് പറഞ്ഞിട്ട് അവന് ഉന്നതിയും ഉയർച്ചയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു.
അവർ 5 നേരം നിസ്കരിക്കണം. നമുക്കതല്ല, നമുക്ക് തെറ്റുകൾ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. നമ്മൾ അതിന് പരിഹാരമായിട്ടൊന്ന് അമ്പലങ്ങൾ കണ്ടാൽ പോലും ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് സ്വാമി എന്ന് പറയാൻ പോലും ആരും ഇതാവാറില്ല. ഇപ്പം ഇവിടെ ഇതുണ്ട്, എല്ലാവരും പോകുന്നവർ മുഴുവൻ തൊഴണമെന്ന് എനിക്ക് നിർബന്ധം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ്, എന്നെ വിളിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് ഭഗവാന്റെ എങ്ങനെ പറയില്ലേ. ഇപ്പം പലർക്കും പല രൂപത്തിലാണ് ആരാധിക്കേണ്ടത്. വിഷ്ണുമായിട്ട് തന്നെ ഒരു ആരാധിക്കണം ഞാൻ പറയില്ല, എൻ്റെ മൂർത്തികളെ എന്നെ ആരാധിക്കണില്ല. ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തികളെ നിങ്ങൾ കൃത്യമായിട്ട് ജപിക്കൂ, വിശ്വസിക്കൂ, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സമ്പത്തും സൗഭാഗ്യം സമാധാനമൊക്കെ വരുന്നതാണ് പറയണത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇതാണ്. അപ്പം ഞാൻ കൂടുതലും ഇവിടെ വരുന്നവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഞാൻ ആരും വിളിച്ചിട്ട് വരുന്നതല്ല അവരാരും. ഞാൻ ആരോടും വരാനൊന്നും ആരോടും ഇന്നവരെ പറഞ്ഞിട്ടില്ല. പണ്ടൊന്നും വരണ്ടെന്നാണ് പറയാറ്. ഇപ്പോൾ വരണേനെ ചോദിച്ചറിഞ്ഞ് വരണേനെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മറ്റുള്ള ഫോണായാലും വാട്സപ്പായാലും നോക്കാൻ പറ്റുള്ളൂ. അവർ കാര്യങ്ങൾ നടന്നിട്ടോ നടക്കാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഭഗവാനെ കാണുന്ന വരവുന്ന വ്യക്തികളാണ്. അപ്പോൾ ഞങ്ങൾ ദുബായിലാണ്, ഞങ്ങൾ അമേരിക്കയിലാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോഴും ഞാൻ എല്ലാവരുടെയും വാട്സാപ്പിൽ വരുന്ന എല്ലാവർക്കുള്ള മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ഒരു ദിവസം അവസാനിപ്പിക്കാറ്. എല്ലാവർക്കും മറുപടി കൊടുക്കും, ഒരാൾക്ക് പോലും ഞാൻ മറുപടി കൊടുക്കാത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളും ആത്മീയതയിലേക്ക് വരിക, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സാധാരണ ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാളും കൂടുതൽ ശമ്പളം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു തൊഴിലിന് പോകുന്ന വ്യക്തി വാങ്ങിക്കുന്നുണ്ട്. 1250 രൂപയ്ക്കാണ് ഇപ്പോൾ കൂലി. ഇവിടെ അമ്പലത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നവർക്ക് 1250 രൂപയാണ് കൂലി. 1250 രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ അവൻ്റെ 250 രൂപ ചിലവിന് പോയാലും 30,000 രൂപ ബാലൻസ് വേണം മാസം. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പുരോഗമനം ഇല്ല? അതാണ് പറഞ്ഞത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതിൽ നിന്ന് സേവ് ചെയ്ത് നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യമൊക്കെ വരാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടുന്ന് നൽകുന്നത്. അല്ലാണ്ട് ഞാൻ ഇവിടെ മാജിക് കാണിക്കാനില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ അനുഭവം, എൻ്റെ അറിവ്, ജ്ഞാനം നിങ്ങൾക്ക് പകർന്നു നൽകുന്നു. നിങ്ങളെ അതിലൂടെ സമ്പത്തും സൗഭാഗ്യം ഇതൊക്കെ ആക്കുക. അപ്പോൾ എല്ലാവർക്കും ലാലൂര് ദേവസ്ഥാന മൂർത്തികൾ, ഞാൻ വിശ്വസിക്കുന്ന ലാലൂര് ദേവസ്ഥാന മൂർത്തികളല്ലേ. അപ്പോൾ അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തികൾ ആരാണോ അവരെ ആരാധിക്കൂ, അവരെ ജപിക്കൂ. കൃത്യമായിട്ട് ഉള്ളിൽ നിറഞ്ഞ് മനസ്സിൽ നിന്ന് വരണം. അല്ലാണ്ട് വെറുതെ ജപിക്കാൻ പറഞ്ഞു, ഞാൻ 1008 തവണ ജപിച്ചു. 1008 തവണ ജപിച്ചാൽ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടാവുക. 108 തവണ പോലും കറക്റ്റായിട്ട് ജപത്തിണ്ടാവില്ല സ്വാമിയുടെ അടുത്തേക്ക്. ഞാൻ പറയാറുണ്ട്, 1008 തവണ ജപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 തവണ ജപിച്ചാലാണ് സ്വാമി അത് നോക്കുള്ളൂ, ഉണരുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഉറങ്ങിയിരിക്കുന്ന വ്യക്തി 400 തവണ ജപിക്കുമ്പോഴാണ് ഉണരുള്ളൂ. ഉണർന്നാൽ മാത്രം ഒരാൾ കണ്ണൊക്കെ മുഖമൊക്കെ കഴുകി വരുമ്പോഴേക്കും നിങ്ങളൊരു 800 ആയാലാണ് ഇയാൾ എന്നിട്ടാണ് ചോദിക്കണേ എന്ന് നോക്കുള്ളൂ. അതാണ് 1008 തവണ ജപിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ, നടത്തി തരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.